ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ചന്ദ്രിക കൊയിലാണ്ടി, ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിച്ച വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി ഉഷാകുമാരി, അതുപോലെ തന്നെ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ കരുത്തുറ്റ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി ഫായിസ കരുവാരക്കുണ്ട്, ശേഷം ഈ വേദിപദം അലങ്കരിച്ചിരിക്കുന്ന വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരിമാരെ, സഹപ്രവർത്തകരെ, ഇവിടെ ജോലി ചെയ്യുന്ന പല മേഖലകളിലും ജോലി ചെയ്ത് കൊണ്ടിരിക്കുന്ന കുറേ വനിതകളുടെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നമ്മുടെ മുന്നിൽ അവർ വയ്ക്കുകയുണ്ടായി. ആശാവർക്കർമാരുണ്ട്, ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്ന വനിതകളുണ്ട്, അങ്ങനെ പല മേഖലകളിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മുന്നിൽ വയ്ക്കുകയുണ്ടായി. എനിക്ക് പറയാനുള്ളത്, വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ആയാലും പാർട്ടി വെൽഫെയർ പാർട്ടി ആയാലും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ എന്ന FITU തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനവും നമുക്ക് നിലവിലുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ ഉണ്ടായിരിക്കണം. കാരണം വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് എന്ന ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത് തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിനും സംരക്ഷണത്തിനും വേണ്ടി തന്നെയാണ്. 6 വർഷക്കാലമായി നമ്മുടെ മുന്നിൽ ഒരുപാട് തെളിവുകളും അവരുടെ പ്രവർത്തന രീതികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്, അനുഭവിക്കുന്നവരുമാണ്. കുട്ടികൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും ഒക്കെ നടക്കുന്ന പല പ്രശ്നങ്ങളിലും അവർ സധൈര്യം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എവിടെ ഏത് പാതിരാത്രിയിലാണെങ്കിലും നമ്മളെ സംസ്ഥാന പ്രസിഡന്റ് ഫായിസ സഹോദരി, അവർ ഒരു പെണ്ണാണ്, എല്ലാമാണ്. പക്ഷേ അവർക്ക് യാതൊരു പേടിയോ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ സംസ്ഥാന പ്രസിഡന്റ് ഉള്ളത്. അവരോടൊപ്പം കരുത്തുറ്റ പിന്തുണയുമായി അതിൻ്റെ ഭാരവാഹികളും അവരോടൊപ്പമുണ്ട്. എവിടെയും എടുത്തു ചാടി നമുക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യം അവരിൽ നിന്നും നമുക്ക് പകർന്നു കിട്ടുന്നുമുണ്ട്. അതുപോലെ തന്നെ പല തൊഴിലിടങ്ങളിലും ജോലിയെടുക്കുന്ന, ഇപ്പം ഞാൻ തയ്യൽ തൊഴിലാളി മേഖലയിൽ ജോലി ചെയ്യുന്നവരും അതിൻ്റെ ഒരു സംഘടന കൂടിയാണ്, ഇതിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. ആ മേഖലകളിലും പല മേഖലകളിലും നമുക്ക് ഒരുപാട് വിവേചനങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ്. തയ്യൽ മേഖലയിൽ ഒരുപാട് സ്ത്രീകളാണ് കൂടുതലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഇപ്പോൾ വളരെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങളുടെ കടന്നുകയറ്റവും ഓൺലൈൻ ബിസിനസ്സുകളും പൊടിപടിക്കുന്ന ഈ സന്ദർഭത്തിൽ അവരുടെ മേഖലയും വളരെ താറുമാറായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. എല്ലാ മേഖലയും കൈയടക്കി വച്ചിരിക്കുന്നത് കുത്തക കോർപ്പറേറ്റുകളാണ്. അതിൽ നിന്ന് നമുക്കൊരു വിടുതൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ തൊഴിലാളി സമൂഹം രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയിൽ ഇനിയും നമുക്ക് ഇതറിയാത്ത ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന പലരും പല മേഖലകളിലും കഴിവ് തെളിയിച്ചവരാണ്. ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, എൻ്റെ മുന്നിലിരിക്കുന്നവരും. എൻ്റെ ഒരു കൂട്ടുകാരി, എൻ്റെ ഒരു സഹോദരി പോലെയാണ് എനിക്ക് ജയ്മോൾ സുധാകരൻ. അദ്ദേഹം വെണ്ണല സ്വദേശിയാണ്. അവിടെ ഒരു ടൈലറിംഗ് ഗാർമെന്റ് യൂണിറ്റിന്റെ പ്രസിഡന്റ് കൂടിയാണ് ജയ്മോൾ സുധാകർ. അവർ ഒരുപാട് മേഖലയിൽ സിനിമ ആർട്ടിസ്റ്റാണ്, സിനിമ പ്രൊഡ്യൂസറാണ്, ഗായികയാണ്. പല മേഖലകളിലും ജോലി ചെയ്യുന്ന മാഡമാണ് നമ്മുടെ മുന്നിൽ, നമ്മുടെ സദസ്സിലിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അദ്ദേഹം ഒന്ന് എഴുന്നേറ്റിരുന്നാൽ അവർ ഒരുപാട് കഴിവുള്ള ഒരു വനിതയാണ്. ഞാൻ ഇത് തുടങ്ങിയ കാലം മുതൽ എൻ്റെ കൂടെ അവരുണ്ട്. അപ്പോൾ ഇത്തരം മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് വനിതകളും ഈ കൂട്ടത്തിൽ ഉണ്ടാവും. നമുക്ക് ആരെയും ഒരുപാട് പേരെ നമുക്ക് ഇവിടെ സംവിധാനിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിലേക്കൂടി നമ്മൾ കടന്നുപോയത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഈ വനിതകൾ എല്ലാ വിധത്തിലും ശക്തി ആർജിച്ചവരായിരിക്കണം. കാരണം സമൂഹം എന്ന് പറഞ്ഞ ആ ഒരു ഇത് നമ്മുടെ മടിത്തട്ടിലൂടെ അല്ലാതെ ഒരു സമൂഹവും ഇവിടെ പിറന്നു വീണിട്ടില്ല. ഏറ്റവും ചെറിയ ഒരു സമൂഹമായ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. സ്ത്രീകൾക്കും ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. വെറുതെ നമ്മൾ അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം
ഒരു പേറ്റുയന്ത്രമായി അല്ലെങ്കിൽ അടുക്കളയിലെ ഒരു ജോലിക്കാരികളെ പോലെ കഴിച്ചു തീർക്കാനുള്ളതല്ല നമ്മുടെ ആയുസ്. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങണം. നമ്മളെ കുടുംബത്തെ കളഞ്ഞുകൊണ്ടല്ല, കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. സമരമുഖങ്ങളിൽ നമുക്ക് പങ്കെടുക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ ആശാവർക്കന്മാരുടെ സമരത്തിൽ നമ്മൾ പങ്കുകൊണ്ടവരാണ്. നമ്മൾക്ക് അവരെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു സമൂഹമാണ് ആശാവർക്കർമാർ. നമ്മുടെ പ്രദേശത്തിന്റെ സ്പന്ദനങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്ന സഹോദരിമാരാണ് നമ്മൾ ആശാവർക്കർമാർ. അവരെ നമുക്ക് ഒരിക്കലും കാണാതിരിക്കാൻ പറ്റുകയില്ല. അവരുടെ സമരത്തിൽ നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചേ പറ്റൂ. നമ്മൾ എല്ലാവിധത്തിലും അവർക്ക് സപ്പോർട്ടുണ്ട് എന്ന് ഈ തരുണത്തിൽ നമ്മൾ അവരെ അറിയിക്കുകയാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ വളരെ വൈകിയ വേളയിൽ ഇനി കൂടുതലൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം.